ഹലോ മക്കളെ, പ്രൊവിഷൻസ് ആൻഡ് റിസോഴ്സ് ഇപ്പോഴും കൺഫ്യൂഷനിലാണോ? ഇപ്പൊ ശരിയാക്കി തരാം. ആദ്യം മനസ്സിലാക്കേണ്ടത് ഒരു കമ്പനിയുടെ ഫ്യൂച്ചർ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് വെക്കുന്ന ഫണ്ട് തന്നെയാണ് പ്രൊവിഷനും റിസർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ അതിൽ വ്യത്യാസങ്ങളുണ്ട്. എന്താണ്? കമ്പനിയിൽ ഭാവിയിൽ ഉണ്ടാവാൻ പോകുന്ന ലയബിലിറ്റീസ് അല്ലെങ്കിൽ ലോസസിന്റെ പുറത്ത് കമ്പനി കീപ്പ് ചെയ്യുന്നതാണ് എന്ത് പ്രൊവിഷൻ എന്ന് പറയുന്നത്. കമ്പനിക്ക് എപ്പോഴാണ് ആ ലോസ് ഉണ്ടാവാൻ പോകുന്നത് അല്ലെങ്കിൽ എത്ര എമൗണ്ട് ഓഫ് ലോസ് ആണ് ഉണ്ടാവുന്നത് എന്ന് പ്രത്യേകിച്ച് നിശ്ചയമൊന്നും ഉണ്ടായിരിക്കില്ല. പക്ഷെ കമ്പനി എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ലോസ് ഉണ്ടാവുന്നുള്ളത്. അപ്പൊ അതിനുവേണ്ടി കീപ്പ് ചെയ്യുന്നതാണ് പ്രൊവിഷൻ എന്ന് പറയുന്നത്. പ്രൊവിഷൻ ഒരു എക്സ്പെൻസസ് ആണ്. ഇൻകം സ്റ്റേറ്റ്മെന്റിനകത്ത് നമ്മൾ കാണിക്കും. അത് പ്രോഫിറ്റിനെ റെഡ്യൂസ് ചെയ്യുന്നു. എക്സാമ്പിൾ ഇസ് പ്രൊവിഷൻ ഫോർ ബാഡ് ഡെബ്റ്റ്സ്, പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ എക്സെട്ര. പ്രൊവിഷൻ എപ്പോഴും മെയ്ഡ് ചെയ്യുന്നത് എക്സ്പെക്ടഡ് ലയബിലിറ്റിക്ക് മുകളിലാണ്. ദെൻ റിസർവ് എന്താണ്? കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ടായതിനു ശേഷം ആ പ്രോഫിറ്റിന്റെ ഒരു പോർഷൻ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കുന്നതാണ്. അത് ചിലപ്പം സ്പെസിഫിക് ആയിരിക്കാം അല്ലെങ്കിൽ ജനറൽ പർപ്പസ് ആയിരിക്കാം. സോ റിസർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഫിറ്റിന്റെ ഒരു ഭാഗമാണ്, അതൊരിക്കലും എക്സ്പെൻസസ് അല്ല. എക്സാമ്പിൾ ഇസ് ജനറൽ റിസർവ്, ക്യാപിറ്റൽ റിസർവ്സ് എക്സെട്ര. സോ റിസർവ് പ്രോഫിറ്റിൽ നിന്നാണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അതൊരിക്കലും ലയബിലിറ്റീസ് ഡയറക്ട്ലി കവർ ചെയ്യുന്നില്ല. മെയിൻലി യൂസ് ചെയ്യുന്നത് കമ്പനിയുടെ ഫൈനാൻഷ്യൽ പൊസിഷൻസ് സ്ട്രെങ്തൻ ചെയ്യാനും ഫ്യൂച്ചറിൽ ഉണ്ടാവാൻ പോകുന്ന നീഡ്സ് മീറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ ലയബിലിറ്റി അല്ലെങ്കിൽ ലോസ് മുന്നിൽ കണ്ടുകൊണ്ട് മാത്രം കീപ്പ് ചെയ്യുന്നതാണ്. അത് സ്പെസിഫിക് ആണ്. റിസർവ് കമ്പനിയുടെ വെൽബീയിങ്ങിന് വേണ്ടിയിട്ട്, കമ്പനിയുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട് കീപ്പ് ചെയ്യുന്നതാണ് റിസർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതലായിട്ടുള്ള എക്സാമ്പിൾസ് കമന്റ് ബിലോ. താങ്ക് യു.